ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പുതിയൊരു വാടക വീട്ടിലേക്ക് മാറി. ആ വാടക വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ തൂത്തുവാരാനൊക്കെ വന്നാണ് വീടൊക്കെ ഒന്ന്. ജനിമോളാണ് നിൽക്കുന്നത്. ജനിമോളൊക്കെ ഭയങ്കര പണിയാണ്. ഭിത്തിയും ഒക്കെ തൂക്കുവാണ്. ഇത് അടുക്കളയാണ്. അടുക്കള പഴയ വീടാണെങ്കിലും നല്ലൊരു വീടാണ്. ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അടുക്കളയിൽ നമ്മൾ ഗ്യാസൊക്കെ വെക്കുന്ന ഷെൽഫാണ്. അതൊക്കെ ഒന്ന് തൂത്തുവാരുമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അടുത്ത ദിവസമാണ് ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതേ ജനലിൻ്റെ അവിടെ വെൻറ്റിലേഷനാണ്. ഇതൊരു സ്റ്റോർ റൂമാണ്. വെൻറ്റിലേഷൻ്റെ അവിടെ അമ്മ ഇങ്ങനെ തൂത്തുവാരുമൊക്കെയാണ്. ചുക്കിലിയൊക്കെ തൂക്കുവാണ്. ഇത് അടുക്കളയോട് ചേർന്നുള്ളൊരു സ്റ്റോർ റൂമാണ്. അവിടെ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു കുളവിക്കൂട് കണ്ട് അമ്മ അതിനെ കൊല്ലുവാണ്. 2 കുളവയുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ അതിസാഹസ്യമായിട്ട് ആ 2 കുളവയെ അമ്മ കൊന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചുക്കിൽ തൂക്കുന്ന സാധനമൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു, നീളമുള്ള. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് മുകളിലുള്ള ചുക്കിലിയൊന്നും തൂക്കാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്രയും സ്ഥലത്തുള്ള ചുക്കിലിയൊക്കെ തൂത്തു. അങ്ങനെ ഓരോരോ റൂമുകളും ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനിമോട് ഫുൾ പണിയായിരുന്നു. എന്താ പറ്റിയെന്നറിയത്തില്ല. ഭയങ്കര വർക്കായിരുന്നു. ക്യാമറ ഉള്ളതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. പിന്നെ ഇത് ഹാളാണ്. ഹാളിൽ നമ്മൾ ഈ വാടകക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. അവർ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ വീട് ആരും താമസിക്കാതൊക്കെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലതായിട്ട് ചുക്കിലിയും പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ദേ അച്ചാച്ചന് എവിടേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അച്ചാച്ചൻ ഇലക്ട്രീഷ്യനാണ്. അപ്പം സ്വിച്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുവാണ്. പിന്നെ അതേ ജനിമോള് അടുത്ത റൂം, ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിനകത്ത് ചെറിയൊരു അലമാരയുണ്ട്. ഷെൽഫ് പോലെ ചെറിയൊരു അലമാരയുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പുസ്തകമൊക്കെ വെച്ച് പഠിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദേ വലിയൊരു ചുക്കിലി മേളിലിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് ഒരു വിധത്തിലും നമുക്കത് എടുക്കാൻ പറ്റത്തില്ല, തൂക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ആ ചുക്കിലി തൂക്കുന്ന നീളമുള്ളൊരു ചുക്കിലി തൂക്കുന്നൊരു സാധനമില്ല. അത് നമ്മുടെ കയ്യിലില്ല. അവൾ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വേറെ അടുത്തൊരു ബെഡ്റൂമാണ്. ഇത് ബാത്റൂം. അപ്പം അത് അവിടെ ചുക്കിലിയൊക്കെ തൂക്കുവാണ്. ജനലിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതും നീളമുള്ളൊരു റൂമാണ്. അപ്പോൾ അതിന് മുകളിലൊന്നും നമുക്ക് തൂക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇത് ഹാളിലൊരു അലമാര നമുക്ക് പുസ്തകങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അടുക്കിയൊക്കെ വെക്കാം. പിന്നെ നമ്മുടെ ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഷോക്കേസ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു അലമാരയാണ്. അപ്പം അത് ഒക്കെ അമ്മ തൂക്കുവാണ്. പിന്നെ നമ്മൾ ഇന്നിപ്പം സാധനമൊന്നും കൊണ്ടുവരുന്നില്ല. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. ഇപ്പം വീട്ടിൽ അച്ചാച്ചനാണെങ്കിൽ തീർത്ത് വയ്യാതൊക്കെ ഇരിക്കുകയാണ്. ചുമയും ഛർദിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ചാച്ചനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട ഉടനെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുമ്പ് ഇവിടെ നിന്ന് തൂത്തിട്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട്, അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. അപ്പം സിറ്റ് ഔട്ടാണ്. ഹാള് കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ആ സിറ്റ് ഔട്ട് മഴയൊക്കെ വരുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കയറുമെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയാണ്. പകലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത്ര നാൾ ഞങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ജനിമോ കൂടി നടക്കാനൊന്നും ഇത്രയും ദിവസം സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഫ്ലാറ്റിൽ 2 റൂമിൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് നല്ലൊരു വീട് കിട്ടി. അതുകൊണ്ട് നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിലോട്ടാണെങ്കിലും മുറ്റത്തൊക്കെ ആണെങ്കിലും ഇരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അച്ചാച്ചനാണെങ്കിലും സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങിയിരിക്കാം. പിന്നെ ഇതേ ഹാളൊക്കെ തൂത്തുമായിരുന്നു അമ്മ. ഹാള് ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് നല്ല ചൂല് വാങ്ങിക്കും. അമ്മയ്ക്ക് എന്നിട്ട് മോശം ചൂല് അമ്മയുടെ കൊടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെ അവർ മാറി തിരിഞ്ഞൊക്കെ തൂക്കുവാണ്. പിന്നെ ഹാള് കുറച്ച് വലുതാണ്. ഹാളും അതിൻ്റെ അപ്പുറത്തെ മുറിയും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. സെറ്റിയും പിന്നെ 2-3 ചെയറും ഒക്കെ ഇടാം ഈ ഹാളിനകത്ത്. അപ്പം അത്രയും നല്ല സൗകര്യമുള്ളൊരു വീടാണ്. പഴയ വീടാണെങ്കിലും നമുക്ക് നല്ലൊരു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുവാനും ഒക്കെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജനിമോളോട് ഇതേ വഴക്ക് പിടിച്ച് ചൂലൊക്കെ വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇനി മുതൽ അവളെടുക്കുന്ന വീഡിയോകളൊക്കെ കണ്ടോണം. ഭയങ്കര തുള്ളലാണ് വീഡിയോയ്ക്കൊക്കെ, അവളെപ്പോലെ തന്നെ. അതേ കണ്ടോ. എന്നിട്ട് ആ ഷെൽഫ് തൂക്കുമായിരുന്നു. ഷെൽഫ് അമ്മയും ഞാനും കൂടിയാണ് തൂക്കുന്നത്.
ഇപ്പോൾ അമ്മ വരും. ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്ന് അതിനകത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ, പഴയ വീടായതുകൊണ്ട് നമ്മുടെ അതിനകത്ത് ഇച്ചിരി ഇപ്പോൾ പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട്. പൊടി പോലെ ഭിത്തിയുടെ അവിടെയൊക്കെ അതിൻ്റെ ഇടവശമൊക്കെ കുറച്ച് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തൂത്ത് കളയും. എന്ത് ചെയ്യുക, അതങ്ങോട്ട് നോക്കും, മണ്ണൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട്, കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് തൂത്തൊക്കെ കളയുവാണ്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊടി പോലൊക്കെ വീഴുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്നാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അലമാരയാണത്. അവൾക്ക് പുസ്തകമൊക്കെ വെച്ചിരുന്ന് പഠിക്കാം. അപ്പോൾ അതെല്ലാം തൂത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്തു. അപ്പം തന്നെ ഒരു സമയം, ഒരു വൈകുന്നേര സമയമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ അങ്ങോട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് കയറാൻ സാധിച്ചില്ല. അതിന് മുന്നേ അച്ചാച്ചനെ ഹോസ്പിറ്റലിലാക്കേണ്ടി വന്നു. ICUലൊക്കെ ആയിരുന്നു. പിന്നെ കുറവൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിനിമോൾക്ക് ഒരു അപ്പൂപ്പൻ താടി കിട്ടി. ജിനിമോൾ അതുമായിട്ട് ഊതി നടക്കുകയാണ്. പിന്നെ ഇത് ഹാളിന് ഇപ്പുറത്തെ ആ വലിയ റൂമാണ്. ആ റൂമും കൂടി ഞങ്ങളിപ്പോൾ ചുക്കിലി ആദ്യം തൂത്ത് കഴിഞ്ഞു. പിന്നെ തറയൊക്കെ തൂത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ തറയൊക്കെ തൂക്കുവാണ്. എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ വീടെല്ലാം അടച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ചേച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അന്ന് നമുക്കിങ്ങോട്ട് കയറാനൊന്നും സാധിച്ചില്ല. അന്ന് ശനിയാഴ്ചയായിരുന്നു. പിന്നെ ഞായറാഴ്ചയാണ് നമ്മളിങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ചൊരു സമയം. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ സാധനങ്ങളൊക്കെ ചുമക്കാനൊക്കെ പള്ളിയിലെ ചേട്ടന്മാരൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആളില്ല. പിന്നെ നമ്മൾ വേറെ ആളെ നിർത്തുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാകുമ്പോൾ അവരെല്ലാവരും വന്ന് സഹകരിക്കും. ഞായറാഴ്ച സൺഡേ അവർ വർക്കൊന്നും ഇല്ലായിരിക്കും ദിവസങ്ങളാണ്. അപ്പോൾ പള്ളി കഴിഞ്ഞതിന് ശേഷം അവരെ കൂട്ടി നമുക്ക് എല്ലാം ഇങ്ങോട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ചാച്ചന് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നത്. എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അച്ചാച്ചൻ്റെ കൂടെ ഞാനും ജനിമോളും നിന്നു. അമ്മയും അച്ചാച്ചനും ഒക്കെ വന്ന് എല്ലാ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിരുന്നു. പിന്നെ 2-3 ദിവസങ്ങൾക്ക് ശേഷം അച്ചാച്ചനെ ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമുള്ള പരിപാടികളാണ് ഈ കാണുന്നത്. അവിടെ എല്ലാം ഒന്ന് ഉപയോഗിക്കാതൊക്കെ കിടന്നിരുന്നതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഗ്യാസ് ഞങ്ങൾ ഒരാഴ്ചയായിട്ട് പോയപ്പം പാലൊക്കെ തിളച്ച് തൂകിയിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകി എടുക്കുവാണ്. പിന്നെ ഇത് വാഷ് ബേസിനാണ് വെള്ളം നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത്. അതൊന്ന് ബ്രഷും കൊണ്ടൊന്ന് ഉരച്ചൊന്ന് കഴുകി ഒന്ന് സെറ്റാക്കുവാണ്. ഉപയോഗിക്കാതെ കിടന്നുകൊണ്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് പൊടികളൊക്കെ ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ അങ്ങ് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് പൈപ്പും എല്ലാം ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി. അതിന് ശേഷമാണ് ഇവിടെ പാത്രമൊക്കെ വെച്ച് കഴുകാനൊക്കെ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ജനിമോളും മുഖവും വീർപ്പിച്ച് നിന്ന് എല്ലാം അടുക്കാൻ വേണ്ടി തുടങ്ങി. അടുക്കാൻ പറഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. പതുക്കെ ഓരോരോ പാട്ടകളെടുത്ത് അടുക്കുവാണ്. അങ്ങനെ അവൾ അതെല്ലാം ഷെൽഫിലോട്ടൊക്കെ അടുക്കി തന്ന്. പിന്നെ അതെ ഞാനാണെങ്കിൽ അവിടെ കുറച്ച് സാധനങ്ങൾ ഷെൽഫിലോട്ടൊക്കെ മാറ്റി തിരിച്ചും അടുക്കിയൊക്കെ വെച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾ അടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അത് ഞാൻ വീടൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടാം. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട് മാറലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ ലൈഫിലെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഡിയേഴ്സ്.